മറ്റൊരു പ്രധാന വാർത്ത തിരുവനന്തപുരത്ത് നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും. രാഹുലിന് സംരക്ഷണം ഒരുക്കില്ലെന്ന് നേതാക്കൾ. രാഹുലിനെ പിന്തുണയ്ക്കുന്ന അടൂർ പ്രകാശിന്റെ നിലപാടിൽ നേതാക്കൾക്ക് അതൃപ്തി. KPCC നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമെന്നും വിമർശനം. റോഷിപാലുണ്ട്. റോഷിപാൽ, ഗുഡ് മോർണിംഗ് റോഷിപാൽ. നമ്മളും യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. UDF കൺവീനറായ അടൂർ പ്രകാശിന് ഇതേപോലെ ലൈംഗികാരോപണ വിധേയനായി നിൽക്കുന്ന ഒരു യുവ MLA പ്രതിരോധിക്കാൻ എങ്ങനെയാണ് കഴിയുക? മാത്രവുമല്ല, ഈ വിഷയത്തിൽ പലരും പറഞ്ഞു കേൾക്കുന്നത് കോന്നി മണ്ഡലമൊക്കെ അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് ദോഷം ചെയ്യില്ലേ? മാത്രമല്ല, പാർട്ടി ഒരു നിലപാടെടുത്തു. അതിൻ്റെ പേരിൽ പാർട്ടി ധൈര്യത്തോടു കൂടി തലയുയർത്തി പറഞ്ഞു, ഞങ്ങളുടെ പ്രാഥമിക അംഗത്തിൽ നീക്കം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടി നിലപാടെടുത്ത് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന വരുന്നത്. അത് AI ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലേക്കുള്ള വളരെ അവിശ്വസനീയമായ, ഒരുപക്ഷെ അസാധാരണമായ പ്രതികരണങ്ങൾ വരുന്നത്. ഇത് പാർട്ടിയെ വീണ്ടും കുഴപ്പത്തിലാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ? അങ്ങനെ സംരക്ഷണം നൽകാനൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് റോഷി? അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സമയം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതിൽ പ്രധാനിയാണ് UDF കൺവീനർ കൂടിയ അടൂർ പ്രകാശ്. തുടക്കം മുതൽ തന്നെ അടൂർ പ്രകാശിന്റെ നിലപാട് ഇതാണ്. പരസ്യ നിലപാട് തന്നെ അടൂർ പ്രകാശ് പലതരത്തിലും അത് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ പാർട്ടി നേതൃത്വം നടപടിയെടുത്തതിന് ശേഷം, അതും വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് നടപടിയെടുത്തതെന്ന് നേതാക്കൾ പറയുന്നു. എന്നിട്ടും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വിഷയത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ് അടൂർ പ്രകാശ്. ആവശ്യമില്ലാതെ ഈ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും തെറ്റായ സന്ദേശം നൽകുകയും ചെയ്ത തെരഞ്ഞെടുപ്പിൽ പോലും അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഭൂരിഭാഗം നേതാക്കളും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാനുള്ള വഴി ഒരുക്കില്ല എന്ന് തന്നെയാണ് നിലപാട്. മാത്രവുമല്ല, അടൂർ പ്രകാശ് ഇപ്പോൾ പരസ്യമായി എടുത്ത നിലപാടിൽ കടുത്ത അതൃപ്തി ഈ നേതാക്കൾക്കൊക്കെയുണ്ട്. എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അടൂർ പ്രകാശ് ഇങ്ങനെ വിഷയം വഷളാക്കുന്നതെന്ന ചോദ്യം അവർ ഉയർത്തുന്നു. മാത്രവുമല്ല, വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഐക്യകണ്ഠേനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ കാര്യത്തിൽ അടൂർ പ്രകാശും പിന്തുണച്ചതാണ്. പിന്നീട് എന്തിനാണ് ഇങ്ങനെ പരസ്യമായി അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യം കൂടി അവർ ഉയർത്തുന്നു. മാത്രവുമല്ല, നിയമസഭാ സമ്മേളനത്തിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തെ പങ്കെടുപ്പിക്കുന്ന ഉചിതമല്ലെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമാവുന്നുണ്ട്. ഏതായാലും മുസ്ലിം ലീഗിനടക്കം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ഇന്ന് ചേരുന്ന UDF യോഗത്തിൽ ഈ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ അതൃപ്തി അറിയിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനില്ല എന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ പെട്ടെന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ രംഗത്ത് വന്നു, വെള്ളപൂശാൻ രംഗത്ത് വന്നത് കോൺഗ്രസ് സ്വീകരിച്ച നടപടിയെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് അതിലെ ചർച്ച. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നടപടി പ്രഖ്യാപിക്കുന്നു, സസ്പെൻഷൻ പ്രഖ്യാപിച്ച് 48 മണിക്കൂർ കഴിയും മുമ്പ് ആ യുവ നേതാവിനെ സംരക്ഷിക്കുന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ പുറത്തു വരുന്നു. MM ഹസൻ പ്രതികരിച്ചു, അടൂർ പ്രകാശ് പ്രതികരിച്ചു, KM മുരളീധരൻ അടക്കമുള്ളവർ നിലപാട് മയപ്പെടുത്തുന്ന രീതി വന്നു. വി ഡി സതീശന് രമേശ് ചെന്നിത്തല എപ്പോൾ ആരായി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇവരല്ലേ കർശനമായ നിർദ്ദേശം കൊടുത്തത്, പാർട്ടി നടപടിയെടുക്കും എന്ന് ബോധ്യപ്പെട്ടത്? വി ഡി സതീശനോട് ഇക്കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ പിതൃവാത്സല്യമായ അക്കാര്യം ആദ്യം സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ ഇക്കാര്യം തീർപ്പാക്കിയിരുന്നു എന്ന് പറയുകയും പിന്നീട് ഈ കുട്ടിയെ അറിയാമെന്നൊക്കെ പറയുകയും ചെയ്തത് വി ഡി സതീശനാണ്. ആദ്യം പരാതി പറഞ്ഞ കുട്ടി, ഗർഭചിത്രം നടത്തിയ കുട്ടിയല്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ ആ കുട്ടിയെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രതിരോധത്തിലാവും. എന്തായാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാതൃകാപരമായി തന്നെ ആ നിലപാടെടുക്കണം, അത് ജനങ്ങൾക്ക് ബോധ്യമാവുകയും വേണം. ഉമ്മൻചാണ്ടി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിലപാടെടുത്താൽ പോരല്ലോ, നിലപാടെടുത്തുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം കൂടി നേതാക്കൾക്കുണ്ട്.